ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങും. ആദ്യം പ്രധാന വാർത്തകൾ. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാനുള്ള പ്രമേയത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഹൈദരാബാദ് തെലങ്കാനയുടെയും സീമാന്ധ്രയുടെയും തലസ്ഥാനമാകും. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി പള്ളം രാജു രാജിവെച്ചേക്കും. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് 5 വർഷം തടവും 25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. മുൻ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയ്ക്ക് 4 വർഷം തടവ്. ശിക്ഷ വിധിച്ചത് റാഞ്ചിയിലെ പ്രത്യേക CBI കോടതി. ലാലുവിന് MP സ്ഥാനം നഷ്ടമാകും. വിവാദ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം തെറ്റായിപ്പോയെന്ന് രാഹുൽ ഗാന്ധി. പരാമർശം അപ്പോഴത്തെ വികാരമനുസരിച്ച് ശരിയായിരുന്നുവെന്നും രാഹുൽ. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ബെഞ്ച് മാറ്റത്തെക്കുറിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ വിമർശം. മറ്റെല്ലാ സംവിധാനങ്ങളും തകർത്തവർ ജുഡീഷ്യറിയെയും തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ജസ്റ്റിസ് ഹാറൂൺ റഷീദ്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെന്ന് CBI. ലാവ്ലിൻ കമ്പനി പിണറായിക്ക് അയച്ച കത്തും പിണറായി നായനാർക്ക് അയച്ച കത്തും കോടതിയിൽ ഹാജരാക്കി. ഡാറ്റാ സെന്റർ കേസിൽ CBI അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം. അറ്റോർണി ജനറലിന്റെ നിയമോപദേശം സർക്കാർ തള്ളി. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങൾ സവിശേഷമായി പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് CPM-ന്റെ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഹുസൈൻ രണ്ടത്താണിയുടെ മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും പിണറായി രൂക്ഷമായി വിമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM സംസ്ഥാന വ്യാപകമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പയിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് കണ്ണൂരിൽ നടന്നത്. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയുടെ മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും എന്ന പുസ്തകത്തെ ആധാരമാക്കി നടത്തിയ സെമിനാറിന് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന് പാർട്ടി പറയുമ്പോഴും പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം സുവ്യക്തമാണ്. ജില്ലയിലെ 18 ഏരിയ കമ്മിറ്റികളുടെ കീഴിലുള്ള മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമ ട്രസ്റ്റുകളായിരുന്നു പരിപാടിയുടെ സംഘാടകർ. 5000-ലേറെ മുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയെയും ഉദ്ഘാടന പ്രസംഗത്തിൽ പിണറായി രൂക്ഷമായി കടന്നാക്രമിച്ചു. RSSന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട്. CPIM എക്കാലത്തും വർഗപരമായ ഐക്യത്തിന് ശ്രമിച്ചിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെ സവിശേഷമായി കൈകാര്യം ചെയ്യണമെന്നതാണ് പാർട്ടിയുടെ നിലപാടെന്നും പിണറായി പറഞ്ഞു. സ്ത്രീകൾക്കടക്കം നിസ്കരിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും സെമിനാർ ഹാളിൽ ഒരുക്കിയിരുന്നു. കേരളത്തിലെ വർഗീയ കലാപങ്ങളും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ P ജയരാജനും വഖഫ് സ്വത്തുക്കളുടെ അന്യാധീനപ്പെടൽ എന്ന വിഷയത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് MA നിസാറും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. PT റഹീം, KT ജലീൽ, ഡോക്ടർ ഫസൽ ഗഫൂർ, SA പുതിയവളപ്പിൽ എന്നിവർക്ക് പുറമെ കോടിയേരി ബാലകൃഷ്ണൻ, PK ശ്രീമതി ടീച്ചർ, KK ശൈലജ തുടങ്ങിയ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും സെമിനാറിനെത്തിയിരുന്നു. കണ്ണൂരിന് പുറമെ സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലും വരും ദിവസങ്ങളിൽ ഇത്തരം കൂട്ടായ്മകൾ പാർട്ടി സംഘടിപ്പിക്കും. ഇതിനിടയിൽ സ്വത്വവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച CPIM ഇത്തരം കൂട്ടായ്മകൾ വിളിച്ചു ചേർക്കുന്നത് പാർട്ടിക്കുള്ളിലും ചർച്ചയായിട്ടുണ്ട്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. CPM നേതാവ് VPP മുസ്തഫ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് T മുഹമ്മദ് വേളം കോഴിക്കോട് ബ്യൂറോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. MES സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തും. മറ്റ് നേതാക്കളെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇടതുപക്ഷ ചിന്തകൻ KN കുഞ്ഞഹമ്മദിനെയും. ആദ്യം VPP മുസ്തഫയിലേക്ക്. VPP മുസ്തഫ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സവിശേഷമായി പരിഗണിക്കണം എന്നാണ് CPM-ന്റെ നിലപാട് ഇന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പ്രത്യേകമായി പറഞ്ഞു ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട്. എന്തുകൊണ്ടാണ് CPM ഇത് സവിശേഷമായി പരിഗണിക്കേണ്ട പ്രശ്നമാണ് എന്ന് വിലയിരുത്തുന്നത്? കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളെ സവിശേഷമായി പരിഗണിക്കപ്പെട്ടത്? CPIM മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ സവിശേഷമായി പരിഗണിക്കണമെന്ന് പറയുന്നത് പുതിയൊരു അജണ്ടയോ പുതിയൊരു തീരുമാനമോ അല്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപമെടുത്ത കാലം തൊട്ട് പീഡിതരോ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരോ ആയ സമുദായങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈ നിലയിൽ സവിശേഷമായി ഏറ്റെടുത്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലായാലും നമ്മുടെ രാജ്യത്തായാലും CPIM മുസ്ലിങ്ങളുടെയും ആദിവാസികളുടെയും ദളിതുകളുടെയും സ്ത്രീകളുടെയും അതുപോലുള്ള
മറ്റ് നിസ്വവർഗത്തിൻ്റെയും എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ സാഹചര്യത്തിൽ അത് നമുക്ക് പുതുമയുള്ളതായിട്ട് പ്രത്യേകതയുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും എടുത്തു വന്നിട്ടുള്ള ഇടപെടലുകളുടെ സമീപനത്തിന്റെ തുടർച്ച മാത്രമാണ് ഇന്ന് കണ്ണൂരിൽ നടത്തിയിട്ടുള്ള സെമിനാർ എന്ന് പറയുന്നത്. താങ്കൾ സൂചിപ്പിച്ചു മുസ്ലിങ്ങളുടേത് മാത്രമല്ല ദളിതുകളുടേത് പട്ടികവർഗക്കാരുടേത് ഒക്കെ പ്രത്യേകമായി എടുത്ത് പരിഗണിക്കുന്ന പാർട്ടിയാണ് CPM. അത് ഇപ്പോൾ തുടങ്ങിയതല്ല എന്ന്. സ്വത്ത് രാഷ്ട്രീയത്തെ തള്ളിക്കളയുകയാണ് CPM ചെയ്യുന്നത്. അത് ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം സവിശേഷമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുമ്പോൾ പോലും ഇത്തരം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ഒരു പരിധിവരെ ഇത്തരം സ്വത്വങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയല്ലേ? സ്വത്വങ്ങളെ അംഗീകരിക്കുന്നതിന് യാതൊരു തടസ്സവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ CPIM സ്വത്വമില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതല്ലല്ലോ സ്വത്വം. സ്വത്വം എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. ആ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകമായ രാഷ്ട്രീയം അതിവിഭാഗീയമായോ വർഗീയമായോ തീവ്രവാദപരമായോ സംഘടിപ്പിക്കുന്ന സ്വത്വരാഷ്ട്രീയത്തെയാണ് CPIM എതിർക്കുന്നത്. സ്വത്വത്തെ ഭൗതികവാദികൾ എന്നുള്ളതിൽ ഉള്ളതിനെ ഉള്ളതായി കാണുക എന്നുള്ളതാണ് ഭൗതികവാദം. ആ നിലയിൽ ചരിത്രപരവും വൈരുദ്ധ്യാത്മകവുമായ ഭൗതികവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ സ്വത്വത്തെയും കാണുന്നവരാണ്. അതിനെ സ്വത്വം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് കാണുന്നവരാണ്. പക്ഷെ ആ സ്വത്വത്തെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിൻ്റെയോ വിഭാഗീയമോ വർഗീയമോ ആയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക കൂട്ടായ്മകളാക്കി തീർക്കുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1930കളിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത് അന്നത്തെ ഇടതുപക്ഷ നേതാക്കളായിട്ടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള കൃഷ്ണപിള്ളയുടെയും AK-ജിയുടെയും എല്ലാം നേതൃത്വത്തിലാണ്. ശ്രീ ഫസിൽ ഗഫൂർ, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാവുന്നതാണോ? താങ്കളും ഒരുപക്ഷെ ഈ സ്വത്വ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരേ സമയം വർഗപരമായ കാഴ്ചപ്പാടും സ്വത്വപരമായ കാഴ്ചപ്പാടും രണ്ടു കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ ചില സങ്കീർണതകൾ അവിടെ വായിച്ചെടുക്കാൻ കഴിയുന്നു. CPM നിലപാടിൽ തന്നെ ചില അവ്യക്തതകൾ കാണാൻ കഴിയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വത്വ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല. CPM നമ്മൾ അംഗീകരിച്ചു. പക്ഷേ ഇന്ത്യയിൽ ആ മണ്ഡലിന് ശേഷം എന്തുണ്ടായി എന്നുള്ള പഠിക്കണം. CPM എന്തുമാത്രം നഷ്ടം സംഭവിച്ചു എന്ന് കൂടെ പഠിക്കണം. അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ എന്നെ ഉദ്ധരിക്കാം. 18 MPമാർ ഉണ്ടായിരുന്നു CPM 1952. അതിൽ 7 പേര് ആന്ധ്രയിൽ നിന്നായിരുന്നു. ഇന്നെന്താ സ്ഥിതി? അവിടെ ഭാഷയുടെ പേരിൽ സ്വത്വ രാഷ്ട്രീയം, സംസ്കാരത്തിൻ്റെ പേരിൽ തെലുങ്കാന സംസ്ഥാനമാണ്. കാരണം ഭാഷ രണ്ടാണല്ലോ, എന്നുവെച്ചാൽ പിന്നോക്കത്തിൻ്റെ പേരിലുള്ളതാണ്. അവിടെ ഒരു ഒറ്റ MP പോലും ഇല്ല. അതായത് വേറെ കടപ്പ നിയോജകമണ്ഡലം, അവിടെ 4 തവണ ഈശ്വർ റെഡ്ഡി CPIയുടെ ജയിച്ച സ്ഥലമാണ്. അവിടെ ഇപ്പോൾ YS ജഗ്മോഹൻ റെഡ്ഡിയാണ് MP. ബീഹാറിൽ പട്നയിൽ രാം അവതാർ ശാസ്ത്രി 4 തവണ ജയിച്ചു CPMൻ്റെ. ഇപ്പോൾ രസം എന്ന് വെച്ചാൽ അവിടുത്തെ സിറ്റിംഗ് MP ശത്രുഘ്ൻ സിൻഹയാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. സ്വത്വ രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുന്നു എന്ന് പറയും. സ്വാതന്ത്ര്യത്തിന് 1947 മണ്ഡൽ വരെ ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക സമുദായങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിൽ ഒരു ഇടം കൊടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായി. അതിന് കാരണക്കാർ CPM ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ശ്രീ ഫസൽ ഗഫൂർ, അത് ഒരു പ്രധാന പ്രശ്നമായി പരിഗണിക്കുന്നതിന് പകരം ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അത് പരിഗണിക്കുക, ആ സമയത്ത് ഒരു പട്ടികവർഗ സമ്മേളനം വിളിക്കുക, ആ സമയത്ത് AKS രൂപീകരിക്കുക, അങ്ങനെ ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് എത്രമാത്രം ഫലം ചെയ്യും? അല്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തെ ഭാഗത്ത് സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ, ഇന്ത്യയിലെ ആദ്യത്തെ സ്വത്വ രാഷ്ട്രീയക്കാർ ആരാണെന്നറിയോ? ഒന്ന് DMK, 2 മുസ്ലിം ലീഗ്. ഇത് രണ്ടും പഴയ തമിഴ്നാട്ടിലുണ്ടായിരുന്നതാണ്, അറിയാമല്ലോ, മദ്രാസിൽ. അവിടെ നിന്ന് മലബാർ ഇങ്ങോട്ട് അടന്നു പോന്നപ്പോൾ ലീഗ് ഇങ്ങോട്ട് പോന്നു. അങ്ങനെയാണ് ലീഗ് MLAമാർ. മുമ്പ് അവർ മദ്രാസ് അസംബ്ലിയിലുണ്ടായിരുന്നവർ 5 പേരെ കണ്ടെന്ന്. അപ്പോൾ ഏറ്റവും വലിയ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താക്കളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ഇവിടെ ഉണ്ട്. അവർക്ക് നേരെയാണ് മുസ്ലിം ലീഗിൻ്റെ പോരാട്ടം നടക്കുക, അല്ല CPMൻ്റെ പോരാട്ടം നടക്കുന്നത്. അപ്പോൾ കുറേ കാലമായിട്ട് CPMന് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലും ഒരളവോളം ക്രൈസ്തവ സമുദായത്തിലും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഒരുപാട് പേര് ലീഗിന് അതീതമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണോന്ന് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തിനെ പറ്റി മൂപ്പർ പറഞ്ഞതിലോട്ട് നമുക്ക് വരാമല്ലോ, മനസ്സിലല്ലേ പിണറായി എന്താ പറഞ്ഞെന്നുള്ളത്. അതിൽപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ക്ഷണിക്കുക വഴി ഞങ്ങളുടെയൊക്കെ സ്വത്ത ചിന്ത ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മനസ്സിലായി, അത് അംഗീകരിക്കുക കൂടിയാണ് CPM ചെയ്തത്. ഇപ്പോൾ ചെയ്തതല്ല, ഇതിനു മുമ്പ് നമ്മുടെ പാലോളി കമ്മീഷനും സച്ചാർ കമ്മീഷനും നടത്തിയപ്പോഴും കഴിഞ്ഞ ഭരണത്തിൻ്റെ സമയത്ത് CPM ചെയ്തിരുന്നു. പക്ഷേ CPMൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അത് പാടില്ല. പക്ഷേ എന്ത് ചെയ്യാം? ജനതാദൾ യുണൈറ്റഡ്, DMK, തെലുഗുദേശം, അണ്ണാ DMK, RJD, ആസാം ഗണപരിഷത്ത്, ഇതെല്ലാം സ്വത്വ രാഷ്ട്രീയം. ഒന്നല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ, അല്ലെങ്കിൽ വർഗത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഗോത്രം, ഗോഡോലാൻഡ്,
അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വത്തം ഒരു കാര്യപ്പെട്ട സംഭവം തന്നെയാണ്. അതിലൊരു ചെറിയൊരു അംശമാണ് ഈ മാപ്പിള സ്വത്തം. സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, സമ്മതിക്കേണ്ടി വരണുണ്ടല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ മാപ്പിള സ്വത്തം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്വത്ത്, ഒരു 70 ലക്ഷം പേരുള്ളൂ, അല്ലെങ്കിൽ 80 ലക്ഷം പേരുള്ളൂ. അതിനെക്കാട്ടൊക്കെ വലിയ സ്വത്തമുണ്ട്, യാദവ് സ്വത്തം എന്ന് പറയുന്നത്. അത്തരമൊരു സമ്മതിക്കലിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്. ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അതിൻ്റെ തലക്കെട്ട് സെമിനാറിൻ്റെ എന്ന് വെച്ചാൽ, മലബാറിലെ മുസ്ലിമുകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും, അതാണ് ഹെഡിങ്. മലബാർ ആശയവിനിമയങ്ങൾ ഒരു ഗുണപരമായ ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ വിലയിരുത്തുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, CPM-നെ മാതിരിയുള്ള സെക്കുലർ പാർട്ടി ഞങ്ങളായിട്ടൊക്കെ സംവദിക്കണം, ഞങ്ങളായിട്ടൊക്കെ ചർച്ച ചെയ്യണം ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ. ഉദാഹരണം, ഹുക്കുമത്തെ ഇലാഹിയെ പറ്റിയിട്ട് എന്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് മൂപ്പർക്ക്. ശരി, ഹുക്കുമത്തെ ഇലാഹി എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യട്ടെ. എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഹുക്കുമത്തെ ഇലാഹി എന്താണെന്നുള്ളത്. എന്നാലും മനസ്സിലായില്ലേ, നിസാമെ മുസ്തഫയോ ഹുക്കുമത്തെ ഇലാഹി ഹുക്കുമത്തെ ദീന എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമായിക്കോട്ടെ. ഞങ്ങൾ എന്താണ് പറയുന്നത്? തിരിച്ചു വരാം ടി മുഹമ്മദ് വേളത്തിലേക്ക്. ശ്രീ ടി മുഹമ്മദ് വേളം, ഇവിടെ സ്വത്വ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും സ്വത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. അത് ആശാവഹമാണ്. അത്തരം നീക്കങ്ങൾ, അത്തരം ആശയപരമായ കൊടുക്കൽ വാങ്ങലുകൾ ഭാവിയിൽ ഗുണപ്രദമാകും എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ട് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ CPIM-നോട് ചോദിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, മുസ്ലിം ഐഡന്റിറ്റിയെ സമീപിക്കുമ്പോൾ മതവിശ്വാസത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തിരുത്തിക്കൊണ്ടാണോ അവർ മുസ്ലിം ഐഡന്റിറ്റിയെ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നത്? CPIM-ന്റെ ഭരണഘടന ഇപ്പോഴും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോവുക എന്നാണ് വ്യക്തമാക്കുന്നത്. അത് നേരത്തെ സഖാവ് മുസ്തഫ വ്യക്തമാക്കിയതുപോലെ തന്നെ ഭൗതികവാദത്തിലും, വെറും ഭൗതികവാദമല്ല, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലും വർഗസമരത്തിലും ദൈവനിരാസത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ഒന്നാണ്. അത് എങ്ങനെയാണ് മതവിശ്വാസികളെ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളെ ഉൾക്കൊള്ളുന്നത് എന്ന പാർട്ടിയുടെ വിശദീകരണം അറിയുവാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇന്നും ഒരു മതവിശ്വാസിക്ക് പാർട്ടിയിൽ മെമ്പറായി തീരാൻ കഴിയുകയില്ല. വല്ല കാരണവശാലും അബദ്ധത്തിൽ മെമ്പറായാലും അയാൾക്ക് പാർട്ടിയിൽ വളരാൻ കഴിയുകയില്ല. ഇങ്ങനെ മതവിരുദ്ധവും ആ അർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധവുമായ ഒരു സംവിധാനമുള്ള പ്രസ്ഥാനമാണ് CPIM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. രണ്ടാമത്തെ ചോദ്യം, മുസ്ലിം ഐഡന്റിറ്റിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സത്യസന്ധമായ സമീപനമുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഐഡന്റിറ്റിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ 20 കൊല്ലത്തിലധികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ അവരുടെ ഒരർത്ഥത്തിൽ ആട്ടും തുപ്പുമേറ്റിട്ട് അങ്ങനെ നടന്ന് ക്ഷയോന്മുഖമായി ഇന്ന് കാണുന്ന അവസ്ഥയിൽ, ഇന്ന് കണ്ണൂരിൽ CPM സംഘടിപ്പിച്ച പരിപാടിയിലും അതിൻ്റെ ഏറ്റവും ക്ഷയിച്ച രൂപത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യ സുഹൃത്ത് SA പുതിയ വളപ്പിൽ വേദി പങ്കിട്ടിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തെ ഇന്ന് കാണുന്ന കോലത്തിലാക്കി തീർത്തത് CPIM മാത്രമാണ്. അതേസമയം ഇത് എല്ലാ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഇത്തരമൊരു സമീപനം CPIM-നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സഭയുടെ, ക്രൈസ്തവ സഭകളുടെ കൃത്യമായ പിൻഫലമുള്ള, കൃത്യമായ സാമുദായിക അടിത്തറയുള്ള കേരള കോൺഗ്രസിലെ PC തോമസിൻ്റെ വിഭാഗം, ആ PC തോമസിൻ്റെ വിഭാഗത്തിന് ഞാൻ ഈ പറഞ്ഞ സവിശേഷതകൾ മാത്രമല്ല ഉള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഒരു ഘട്ടത്തിൽ NDA-യുടെ ഭാഗമാവുകയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒറ്റ ഒരിക്കൽ NDA-ക്ക് പാർലമെന്റിൽ സീറ്റ് നേടിക്കൊടുക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ നേതാവുമാണ് PC തോമസ്, അദ്ദേഹം നയിക്കുന്ന പാർട്ടിയും. അവരെ ഇടതുമുന്നണിയിൽ ചേർത്ത CPIM INL-നെയോ മറ്റ് മുസ്ലിം പശ്ചാത്തലമുള്ള പാർട്ടികളെയോ ചേർക്കാൻ സന്നദ്ധമായില്ല. ഇവിടെ തീരുന്നില്ല. മുസ്ലിം ഐഡന്റിറ്റിയുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാൻ ഇന്ന് വരെ LDF